എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിലേക്ക് ഏവരെയും ഭക്തി പുരസരം സ്വാഗതം ചെയ്യുന്നു. നിലമ്പൂരിൽ ഇലക്ട്രിക് ഓട്ടോകൾ പെർമിറ്റ് എടുക്കാതെ ഓടുന്നതിനെതിരെ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ രംഗത്ത്. അനധികൃത സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ഓട്ടോകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച ജോയിന്റ് RTO ഓഫീസിലേക്ക് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂരിൽ ഓട്ടോ പെർമിറ്റ് നൽകുന്നത് നിർത്തിവെച്ചിട്ട് 20 വർഷത്തോളമായി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പെർമിറ്റ് നിർത്തലാക്കിയത്. നിലവിലുള്ള 788 പെർമിറ്റുകളിൽ കൂടുതൽ അനുവദിക്കാൻ നിയമാനുസൃതമായി സാധിക്കില്ല. പെർമിറ്റ് എടുക്കാതെ ഓടുന്ന ഇലക്ട്രിക് ഓട്ടോകൾക്കെതിരെ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ ഒരു വിളിച്ചു ചേർത്തിയ അടിയന്തര മീറ്റിങ്ങിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഞങ്ങൾ നിലമ്പൂർ ജോയിൻ്റ് RTO ഓഫീസിലേക്ക് ഒരു മാർച്ച് വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിലമ്പൂരിൽ നിങ്ങൾക്കൊക്കെ അറിയാം, പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ എന്നും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷയിലെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പെർമിറ്റ് സംബന്ധമായ പല രീതിയിലുള്ള, അതുപോലെ തന്നെ യൂണിയൻ സംബന്ധിച്ച്, സ്റ്റിക്കർ സംബന്ധിച്ച്, മുനിസിപ്പാലിറ്റിയുടെ സ്റ്റിക്കർ, പോലീസ് സ്റ്റേഷൻ്റെ സ്റ്റിക്കർ, ഇതൊക്കെ പല വിവാദങ്ങളിലും ഞങ്ങളെ കൂടെ നിന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നിലമ്പൂരിനെ കുറിച്ച് അറിയാമെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയാം. എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത്, നിലമ്പൂർ നഗരസഭയിൽ ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷകൾ കണ്ടമാനം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒരു രേഖയുമില്ലാതെ. കാരണം ഓരോ ഓട്ടോറിക്ഷ ഓരോ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലോ ഓടണമെങ്കിൽ അതാത് പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിൻ്റെയോ പെർമിഷനോട് കൂടിയേ ഓടാൻ പാടുള്ളൂ. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷകൾ ഒരു പെർമിറ്റുമില്ലാതെ, മുനിസിപ്പാലിറ്റിൻ്റെ പെർമിറ്റ് ഇല്ലാതെ അവർ വണ്ടി വാങ്ങിച്ചു വരികയും സാധാരണ രീതിയിൽ എല്ലാ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും ലൈനാക്കി ഇടുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ പെർമിറ്റ് ഉള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചോദ്യം ചെയ്യുമ്പോൾ അവരുമായി കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഈ അവസ്ഥയിൽ ഇതിനൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ RTO ഓഫീസിൽ, പോലീസ് സ്റ്റേഷനിൽ ഒക്കെ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. അതിന് ശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നിലമ്പൂർ നിന്നും ആരംഭിച്ച് കാൽനടയായി ഒരു മാർച്ചായി നിലമ്പൂർ RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. വാർത്താസമ്മേളനത്തിൽ റഹീം ചോലയിൽ, അബു മുതുകാട്, ജയരാജൻ, TMS ആസിഫ്, V അബ്ദുൽ മജീദ്, P ശ്രീധരൻ, ഫൈസൽ തയ്യിൽ എന്നിവർ പങ്കെടുത്തു. എ+ വിഷൻ നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി 26 മുതൽ 30 വരെ. 26-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 6:30 ഉത്സവ കൊടിയേറ്റ്. തുടർന്ന് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന സിംഗിൾ തായമ്പക. 27-ാം തീയതി രാവിലെ 8 മണിക്ക് ക്ഷേത്രം മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ. വൈകുന്നേരം 5 മണിക്ക് നിലമ്പൂർ ഗോപിയുടെ നേതൃത്വത്തിൽ ലക്ഷ്മി നാരായണ വാദ്യകലാസംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം. ദീപാരാധനയ്ക്ക് ശേഷം രുദ്ര കലാവേദി നിലമ്പൂർ അവതരിപ്പിക്കുന്ന കുംഭാട്ടം. 7 മണിക്ക് ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിരക്കളി. തുടർന്ന് നിലമ്പൂർ പത്മശ്രീ ഡാൻസ് അക്കാദമിയുടെ നൃത്തനൃത്യങ്ങൾ. 28-ാം തീയതി വൈകുന്നേരം 6:30 സർപ്പബലി. 7 മണിക്ക് നിലമ്പൂർ ലാസ്യലയ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി. തുടർന്ന് ശ്രീ വെച്ചൂർ ശങ്കറും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സദസ്സ്. 29-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നടുവത്ത് ശ്രീമതി ജാനകിയമ്മ നടത്തുന്ന ഭക്തി പ്രഭാഷണം. 11 മണിക്ക് പ്രസാദവൂട്ട്. 11:30 ഭരതനാട്യം അവതരിപ്പിക്കുന്നത് സ്വാതി PV നിലമ്പൂർ. തുടർന്ന് KV ലേഖ നിലമ്പൂർ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം. തുടർന്ന് നാദാർച്ചന ഭജൻ സുരുക്കുന്ന ഭക്തിഗാന സുധ. 2:30 ഫറോക്ക് ബാലമുരുക കലാസമിതിയുടെ കുംഭാട്ടം കാവടിയാട്ടം. വൈകുന്നേരം 4 മണിക്ക് പാണ്ടിമേളം, കുംഭാട്ടം, കാവടിയാട്ടം, പൂക്കാവടി എന്നീ അകമ്പടിയോടെയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം. പാണ്ടിമേളം നയിക്കുന്നത് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ. മേളപ്രമാണിയായി 51-ൽ പരം വാദ്യകലാകാരന്മാർ. രാത്രി 9 മണിക്ക് ചിലങ്ക നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിലേക്ക് ഏവരെയും ഭക്തി പുരസരം സ്വാഗതം ചെയ്യുന്നു.